പ്രൈസ് ഗാഡ്. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സങ്കടം എന്തായിരിക്കും അറിയാം? സിസ്റ്ററിൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ ജെന്യൂനായി കെയർ ചെയ്യാൻ, സ്നേഹിക്കാൻ ഒരാൾ പോലും കൂടെയില്ല എന്നതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സങ്കടം. ഇന്നത്തെ കാലം അറിയാമല്ലോ, മക്കളുടെ ചിന്ത, മാതാപിതാക്കളുടെ തിരക്ക് കാരണം അവരുടെ മടിത്തട്ടും ചുംബനങ്ങളും നഷ്ടമാകുന്നുവെന്ന തോന്നല്. ജീവിത പങ്കാളിക്കോ, ജീവിത പങ്കാളിയുടെ ഹൃദയത്തിൽ ഒരിടം മറ്റാർക്കോ കൊടുത്തു. ഓക്കെ, എനിക്ക് സ്ഥാനമില്ല, അതുകൊണ്ട് തന്നെ കൂടൊഴിയാനുള്ള ടെൻഡൻസി കൂടുതലാണ്, ആഗ്രഹമാണ്, നമ്മളെ ആർക്കും വേണ്ട എന്ന തോന്നല്. പ്രിയമുള്ളവരെ, ഒരു കാര്യം നിങ്ങൾ എഴുതി ഹൃദയത്തിൽ ഒട്ടിച്ചു വയ്ക്കണം. എന്താണെന്നോ, കുടുംബത്തെ മറന്നുള്ള കളഞ്ഞുള്ള ഓട്ടവും നേട്ടവും അധിക സന്തോഷവും സമാധാനവും കൊണ്ടുവരത്തില്ല. ഓക്കെ, ഇനി കുടുംബം നമ്മൾ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത, വിളിച്ചാൽ വിളി കേൾക്കുന്ന, പരിഭവം പറഞ്ഞാൽ ഒരു എക്സ്ക്യൂസും പറയാതെ കേൾക്കുന്ന, സാരമില്ല ഞാനില്ലേ കൂടെ എന്ന് പറയുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരപ്പനുണ്ട്, ഒരു ദൈവമുണ്ട്. സയൻസ് വരെ ഈ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. ഓക്കെ, ഒരു സംഭവം പറയാം. നമുക്കറിയാലോ, യോഹന്നാൻ 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ കഥ പറയുന്നു. ലാസറിന് 2 സഹോദരിമാരുണ്ട്. ഈശോയുമായിട്ടുള്ള ബന്ധം അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സാണ്. ഈ കട്ട ഫ്രണ്ട്സ്, ചങ്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പോലെയാണ്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ലാസർ രോഗബാധിതനായി 4 ദിവസം കഴിഞ്ഞാണ് ഈശോ സ്ഥലത്തെത്തുന്നത്. 4 ദിവസം കഴിഞ്ഞാൽ മരിച്ച ഒരു വ്യക്തിയുടെ ശരീരത്തിന് എന്ത് സംഭവിക്കും? നമുക്കറിയാലോ, ശരീരം അഴുകാൻ തുടങ്ങും, ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ നിൽക്കും, ശരീരമൊക്കെ കളർ മാറും, ഗ്രേ കളറോ പർപ്പിൾ കളറോ ഒക്കെ ആയി മാറും, മസിൽസൊക്കെ സ്റ്റിഫായി മാറും, ജീവകോശങ്ങളെല്ലാം ബ്രേക്ക് ഡൗൺ ആകും, ടിഷ്യൂസ് എല്ലാം നശിക്കും. പിന്നെ ജീവികൾ മുട്ടയിടാനും നമ്മുടെ ശരീരം കഴിക്കാനും വേണ്ടി വരും. അങ്ങനെ ആ പാടെ ഒരു വല്ലാത്ത ദുർഗന്ധം നിറഞ്ഞ വിരൂപമായിട്ടുള്ള, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും ഈ ശരീരത്തിൻ്റെ അവസ്ഥ. ഓക്കെ, അങ്ങനെ ഈ 4-ാം ദിവസമാണ് ഒരു ശരീരത്തിന് സംഭവിക്കുന്നതെങ്കിൽ ക്രിസ്തു വരുന്നു, ലാസറയെ പുറത്തു വാ എന്ന് പറയുമ്പോൾ ഒരു കോട്ടവും ഇല്ലാതെ, മണ്ണോട് മണ്ണ് ചേരേണ്ട ആ ലാസറ് പുറത്ത് ഒരു കുഴപ്പവും ഇല്ലാതെ, ശരീരത്തിനോ അവയവങ്ങൾക്കോ ഒരു പ്രശ്നമില്ലാതെ പുള്ളി തിരിച്ചു വരുന്നു. അതാണ് ദൈവം. ഓക്കെ, കല്ലറയിൽ അടങ്ങിക്കിടക്കാത്ത ദൈവം, ഓടി വന്ന് ചേർത്ത് പിടിക്കുന്ന ദൈവം, ഓക്കെ, പറഞ്ഞാൽ മനസ്സിലാകുന്ന ദൈവം. മക്കളെ, ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഓക്കെ, നീ ചെയ്യേണ്ടത് ഇത്ര മാത്രം, വട്ടപൂജ്യമായ നമ്മുടെ അടുത്ത് ചേർത്ത് നിർത്തുക. ഓക്കെ, സംഖ്യയുടെ വില കൂടുന്നത് പോലെ മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ദൈവം നമ്മളിലൂടെ ചെയ്യും. ഓക്കെ, വേണ്ടെന്ന് കളഞ്ഞവരുടെ മുമ്പിൽ നമ്മളെ പിടിച്ച് ഉയർത്തി നിർത്തും. പോരെ നമുക്കത്? അപ്പോൾ പ്രിയമുള്ളവരെ, ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലാസറിനെ പോലെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ, ജെന്യൂൺ ലവും കെയറും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, ദൈവത്തിന് മറ്റുള്ളവർക്ക്. അപ്പോൾ നമ്മുടെ ലെവലും റേഞ്ചും മാറും. ഓക്കെ, ഫിലിപ്പി 4:19 പറയുന്നില്ലേ, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഓക്കെ, അങ്ങനെ ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ച് ആവശ്യമുള്ളതെല്ലാം നമുക്ക് വാങ്ങിക്കാം. നമുക്കും ഒരു ഫീൽ ഉണ്ടാകട്ടെ, കെയർ ചെയ്യുന്നു, സ്നേഹിക്കുന്നു, അങ്ങനെ ആ ആനന്ദത്തിൽ നമുക്ക് ജീവിക്കാം.